എടേ പൂടരാമന്മാരെ, മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആരെങ്കിലും ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ അവരെ വട്ടം കൂടി ആക്രമിക്കാൻ വരുന്ന വെട്ടുകിളി കൂട്ടത്തിന്റെ വായിലിപ്പ് എന്താടേ, പഴമാണോ? എന്തെങ്കിലും തിരികെ വെച്ചേക്കാണോ? ഇപ്പം നിനക്കൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ പൂടപ്പടയോളികളെയും അവരുടെ അന്നദാതാക്കളായ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിന്റെ ആരാധകരുടെ വികാരമൊന്നും ഇവർ കണക്കിലെടുക്കുന്നതില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ട്. അതെന്താണ്? Why, Dada? Why? This is business. This is my flat. I know, but I did business. Shut up! Shut up! This is business. Absolutely, this is business. Nothing more than that. എന്നതാണ് സത്യം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെയും ആരാധകരുടെ വികാരത്തിനെയും നല്ല രീതിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാനേജ്മെന്റും അവരുടെ ഏറാൻ മൂളികളായിട്ടുള്ള വാലാട്ടി പട്ടികളും എന്ന് എനിക്കിതിനെ പറയാൻ പറ്റത്തുള്ളൂ. അവർ കഴുത്തിൽ തുടലിട്ടിട്ട് എപ്പോൾ കുരയ്ക്കണം, എങ്ങനെ കുരയ്ക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് കുരയ്ക്കാനാണ് ഇവന്മാരുടെ യോഗം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ ആരാധകരുടെ പ്രതിനിധികളുമായിട്ട് മീറ്റിംഗ് വരുമ്പോൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് എന്തൊക്കെ മറുപടികളാണ് വരുന്നത്? ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചോദിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യഥാർത്ഥ ആരാധകർ എണ്ണമിട്ട് ഇവന്മാരുടെ പേജുകളിൽ കൊണ്ട് മെഴുകി വെച്ചാൽ പോലും ഇവന്മാർ ചോദിക്കത്തില്ല. കാരണം ഇവന്മാർക്ക് ചോദിക്കേണ്ടത് ആരെയൊക്കെയോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കളിയല്ലാത്ത കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ ഈ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരള എന്ന് പറയുന്ന ആ ഒരു ഫുട്ബോൾ വികാരത്തിനെ നല്ല രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ഒരു ക്ലബിന് രക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷയില്ല എന്നുള്ളതാണ് സത്യം. കാരണം പറയുന്നത് ശരിയാണോ അറിയത്തില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ക്ലബിനെ സ്വന്തമാക്കാൻ പല ആളുകളും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവർ നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മാഗ്നം കൺസോർഷ്യം എന്ന് പറയുന്ന ആ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ബിസിനസ് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ക്ലബിന്റെ തലപ്പത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ആണ് ലക്ഷ്യം എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ മാനേജ്മെന്റിന്റെ നടപടിക്രമങ്ങളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് വടിവത്ത ഭാഷയിൽ എസ് എഴുതാൻ കുറെ ആളുകൾ വരുന്നുണ്ട് എന്നത് വേറെ സത്യം. അതവിടെ ഇരുന്നോട്ടെ. ഇവരെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേക്ക് വിട്ടു കൊടുക്കണമെങ്കിൽ ഇവർ ഹ്യൂമങ്കസ് ആയിട്ടുള്ള പൈസ ചോദിക്കും. അവർക്കൊരു പ്യുവർ ബിസിനസ് ആയതുകൊണ്ട് തന്നെ വളരെ വലിയ എമൗണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് വിൽക്കണമെങ്കിൽ ഇവർ ചോദിക്കുന്നതുകൊണ്ട് തന്നെ വേറൊരു മാനേജ്മെന്റിന്റെ കയ്യിലേക്ക് ഈ ഒരു ക്ലബ്ബ് എത്തും എന്ന തരത്തിലുള്ള പ്രതീക്ഷയോ സ്വപ്നങ്ങളോ ഒന്നും ആർക്കും വേണ്ട. ഇവരുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കാൻ പോകുന്നത്. കാരണം ഈ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ്. ലോങ് റണ്ണിൽ ISL തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ലബിന്റെ ഫാൻസിനെ വെച്ചുകൊണ്ടാണ് എന്നുള്ളൊരു സത്യമാണ്. സോ ഇത്രയും വലിയൊരു ഫാൻ ബേസ് എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ അത് എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്ന എല്ലാവരെയും അറിയാം. പിന്നെ ആരാധക വികാരത്തിനെ തണുപ്പിക്കാൻ ഇത്തരത്തിലുള്ള തുടലിട്ട ടീംസും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നൊന്നും മുക്തിയൊന്നുമില്ല. ഇതൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ഞാൻ പറയാൻ വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സംഗതി ഉണ്ട്. ഇവന്മാർ പറയുന്ന പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് പ്ലേ ഫോർ ദ ബാഡ്ജ്. എന്ത് ബാഡ്ജ്? ആരുടെ ബാഡ്ജ്? എന്തോന്ന് ബാഡ്ജിന് വേണ്ടി കളിക്കാനാണ് ഇവന്മാർ പറയുന്നത്? മാനേജ്മെന്റിനെതിരെ ഒരു പ്ലക്കാർഡ് പോലും പൊക്കാൻ ഉറപ്പില്ലാത്ത, ഐ റിപ്പീറ്റ്, മാനേജ്മെന്റിന്റെ നയങ്ങൾക്കെതിരെ ഒരു പ്ലക്കാർഡ് പോലും പൊക്കി പ്രതികരിക്കാൻ ഉറപ്പില്ലാത്ത ഇവന്മാര് പ്ലേ ഫോർ ദ ബാഡ്ജ് എന്ന് പറഞ്ഞ് താരങ്ങളെ മാക്സിമം കുറ്റപ്പെടുത്തുക. അവരുടെ സത്യം പറഞ്ഞ ഇവന്മാര് ഈ സത്യം പറഞ്ഞ പ്ലേയേഴ്സിന്റെ കോൺഫിഡൻസ് തകർക്കുകൂടി ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ചില സംബന്ധിച്ചിടത്തോളം പ്ലേയേഴ്സിനെ കുറ്റപ്പെടുത്താനും താരങ്ങളെ കുറ്റപ്പെടുത്താനും കോച്ചിനെ ഇതുവരെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും അതവിടെ നോട്ടെ, പ്ലേയേഴ്സിനെ കുറ്റപ്പെടുത്താൻ ഇവന്മാർക്ക് വല്ലാത്ത മിടുക്കാണ്. ഈ കപ്പടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങ് കണ്ടീരവേ ചെന്ന് ബംഗളൂരുവിനെ അങ്ങ് ഒലത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഈ കണ്ടീരവേ എന്ന് വെച്ചാൽ എന്തോ വലിയ സാധനമാണ് എന്നൊരു സാധനം താരങ്ങളുടെ ഉള്ളിലേക്ക് അനാവശ്യമായ പ്രഷറും കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി ഇവന്മാര് പ്ലേ ഫോർ ദ ബാഡ്ജ് എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് എന്ത് അർഹതയാണ്? എനിക്കത് മനസ്സിലാവുന്നില്ല. സോറി, ഈ പ്ലേ ഫോർ ദ ബാഡ്ജ് എന്ന് പറയുന്നവരുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബാഡ്ജിന് വേണ്ടി കളിക്കാൻ നിങ്ങൾ ഈ താരങ്ങളോടല്ല ഉദ്ഘോഷിക്കേണ്ടത്. നിങ്ങൾ ആർക്കെതിരെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ അവർക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. വായിൽ ഏത്തപ്പഴം തിരികെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പത്തറ്റിക് ഗൈസ്. പിന്നെ ഈ ഒരു ക്ലബ്ബ് പുതിയ മാനേജ്മെന്റ് ഏറ്റെടുക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷ ആർക്കും വേണ്ട. ഇവന്മാർ വിറ്റൊരു കാലത്തും പോകാൻ പോകുന്നില്ല. സോ ഇവരെ കൊണ്ട് കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുപ്പിക്കുക എന്നുള്ളതാണ് ആരാധകരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ അതിന് ആരാധകരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം എഴുതി കൊടുത്തവന്മാർ എന്തിനു വേണ്ടിയാണ് തുള്ളുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കെങ്കിലും അഗ്രസീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഐ ആം ക്രൈങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വേദന ഉണ്ടേ, വേദന ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, നല്ല ദുഃഖമുണ്ട് ഇങ്ങനെയൊക്കെ കാണേണ്ടി വരുന്നതിനകത്ത്.